നേരത്തെ എത്തിയ കാലവർഷ മഴയിൽ ഇടുക്കിയിലെ അണക്കെട്ടുകളും ജലസമൃദ്ധമായി. ഇടുക്കിയും മുല്ലപ്പെരിയാറും ഉൾപ്പെടെയുള്ള പ്രധാന അണക്കെട്ടുകളിലും ചെറുകിട അണക്കെട്ടുകളിലും മുൻ വർഷത്തിൽ ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ ജലനിരപ്പാണ് നിലവിലുള്ളത്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇപ്പോഴും ജലസംഭരണികളിലേക്ക് നീരൊഴുക്ക് ശക്തമായി തുടരുന്നുണ്ട്. ജലനിരപ്പ് 2344.80 അടിയാണ്. മെയ് 24-ന് കാലവർഷം എത്തിയപ്പോൾ 2329.88 അടിയായിരുന്നു. ആകെ സംഭരണശേഷിയുടെ 30% മാത്രം. മുൻവർഷത്തെക്കാൾ അണക്കെട്ടിൽ 3 അടി വെള്ളം കുറവായിരുന്നു. എന്നാൽ വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും എത്തിയതോടെ ജലനിരപ്പ് വേഗത്തിൽ ഉയർന്നു. ഒരാഴ്ചയോളം പെയ്ത കനത്ത മഴയിൽ 15 അടിയോളം വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിൽ ഉയർന്നത്. നിലവിൽ സംഭരണശേഷിയുടെ 42% വെള്ളം ഇടുക്കി അണക്കെട്ടിലുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 11 അടി കൂടുതലാണ് ജലനിരപ്പ്. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ജലസമൃദ്ധമായ കല്ലാറുകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുക്കേണ്ട സാഹചര്യവും ഉണ്ടായി. ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാറിലും കല്ലാറിലും വരെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലേക്ക് ഉയർന്നിരുന്നു. ഉത്പാദനം 10.32 ദശലക്ഷം യൂണിറ്റായി കൂട്ടിയിരുന്നു. ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയോട് അടുത്തു നിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ച് മൂലമറ്റത്തെ ഉൽപാദന നിലവിൽ 7 ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ജില്ലയിൽ 505 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. സാധാരണ പെയ്യാറുള്ളത് 37 മില്ലിമീറ്റർ മാത്രം. കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് 19 അടിയോളം ഉയർന്ന് 130 അടിയിലേക്ക് എത്തി. മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷിക ആവശ്യത്തിന് തമിഴ്നാട് വെള്ളവും കൊണ്ടുപോകുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്.